ഹായ് ഓൾ, വെൽക്കം ടു ഇംഗ്ലീഷ് ബിബ്ലിയോതെക്ക. ഇന്ന് വളരെ നിസ്സാരമായി തോന്നുന്ന ഒരു കാര്യം കൊണ്ടാണ് വന്നിരിക്കണേ. വേറെ ഒന്നുമല്ല, ക് സൗണ്ടാണേ. ക് സൗണ്ട് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും എന്തത്ര പറയാനുള്ള ക് സൗണ്ടിലെന്ന്. ക് സൗണ്ടിനെ പറ്റി പറയാനുണ്ട്. ക് സൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതുമ്പോൾ എന്താ ഉപയോഗിക്കുക? കെ ലെറ്ററല്ലേ ഉപയോഗിക്കുക. പക്ഷേ എപ്പോഴും കെ ലെറ്റർ അല്ലല്ലോ ഉപയോഗിക്കുക. ചില സമയത്ത് സി എന്നുള്ള ആ ഒരു ലെറ്റർ വലിഞ്ഞു കയറി വന്നിരിക്കുന്ന കാണാറില്ലേ? ക്യാറ്റ് എഴുതുമ്പോൾ, കൗ എഴുതുമ്പോൾ, കാറ്റിൽ എഴുതുമ്പോൾ, കപ്പ് എഴുതുമ്പോൾ, കോട്ട് എഴുതുമ്പോഴൊക്കെ ഒരാവശ്യമില്ലാതെ നമ്മളൊന്നും ക്ഷണിക്കാതെ തന്നെ വലിഞ്ഞു കയറി വന്നിരിക്കും സി. അവിടെ കെയുടെ സ്ഥാനമാണ് ആക്ച്വലി. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സി ഉപയോഗിക്കുക, എങ്ങനെയാണ് ഏത് സാഹചര്യത്തിലാണ് നമ്മൾ ക് സൗണ്ടിന് കെ ഉപയോഗിക്കുക നോക്കാം. അതിനൊരു കണ്ടീഷൻ ഉണ്ട്. കണ്ടീഷൻ എന്ന് പറയാൻ പറ്റില്ല, മോസ്റ്റ് ഓഫ് ദ കേസസും ഇതാണ് ഫോളോ ചെയ്യുന്നതെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. എക്സെപ്ഷണൽ കേസ് ഉണ്ട്, പക്ഷെ അത് വളരെ റെയറാണ്. ഏറ്റവും കൂടുതൽ ഈ ഒരു രീതിയിലാണ് ഉപയോഗിക്കുന്നത്. എ, അതേപോലെ തന്നെ എ, ഒ, യു, ഈ 3 വൊവൽസ് ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ മുൻപിലായിട്ടാണ് നമ്മൾ സി ഉപയോഗിക്കുക. സി ഏതാണ്? സി. സി എപ്പോഴും എന്താണ്? എന്തിനു മുൻപാണ്? എ, ഒ, യു. അല്ലെങ്കിൽ നോക്കിക്കേ, ക്യാറ്റ്, ക്യാമല്, എ വെച്ചിട്ട്. ദെൻ ഒ വെച്ചിട്ടോ, കോട്ട്, കോട്ടൺ, കോക്ക്. ദെൻ യു വെച്ച് നോക്കുമ്പോൾ കപ്പ്, കബ്, കടിൽ. ഇതെല്ലാം എന്താണ്? യു അല്ലേ? അതിനുശേഷം നമുക്ക് കേളിക്ക് വരാം. കെ എങ്ങനെ വരിക? അപ്പോൾ കെ വരുമ്പോൾ ഐയും ഇയും. ഇത് ആലോചിച്ചാൽ മതി. ഈ സൗണ്ട് വരുന്ന സമയത്തൊക്കെ നമ്മൾ കെ ആ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചാൽ മതി. കിറ്റ്, കിറ്റൺ, കെറ്റിൽ, അതൊക്കെ കെൻറ്റ്, ഇതൊക്കെ എന്താണ്? ഇ ആണ് വരുന്നത്. കെക്ക് ശേഷം ഇ വരുന്നു, കെക്ക് ശേഷം ഐ വരുന്നു, സിക്ക് ശേഷം എയും വരും, ഒയും വരും, യുയും വരും. ഇത്രയും കാര്യം ആലോചിച്ചാൽ തന്നെ നമുക്ക് മോസ്റ്റ് ഓഫ് ദ വേർഡ്സും ഈ രീതിയിലാണ് നമ്മൾ എഴുതുക. പിന്നെ എക്സെപ്ഷണൽ കേസ് ഉണ്ട്, അത് 1-2 റെയറസ് എന്ന് പറയാം. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത് മനസ്സിലായല്ലോ? ദെൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.